ഹായ് ഓൾ, വെൽക്കം ടു കാറാക്സ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ദീപക്. ഞാൻ ഇന്നിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ ജീപ്പിൻ്റെ ഏറ്റവും പുതിയ വേരിയൻ്റായ ട്രയൽ എഡിഷനുമായിട്ടാണ്. കോമ്പസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്ക് കോമ്പസിലും വരുന്നുണ്ട് ഈ ട്രയൽ എഡിഷൻ. ഇതുകൂടാതെ നമ്മുടെ മെറിഡിയനിലും ഈ ഒരു ട്രയൽ എഡിഷൻ വരുന്നുണ്ട്. ഒരു പുതിയൊരു വേരിയൻ്റാണ്. നേരത്തെ നമ്മുടെ ജീപ്പിൽ ഈ ഒരു വേരിയൻറ്റ് വന്നിട്ടുണ്ട്. അത് നേരത്തെ അറിയപ്പെട്ടിരുന്നത് നൈറ്റ് ഈഗിൾ എന്ന് പറയുന്ന ഒരു വേരിയൻ്റ് ആയിരുന്നു. പിന്നെ അതുകൂടാതെ ബ്ലാക്ക് ഷാർക്ക് എന്ന് പറയുന്ന ഒരു വേരിയൻറ്റ്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലുള്ള വേരിയൻസ് അവർ കൊണ്ടുവരാറുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നിപ്പോൾ ഈ ട്രയൽ എഡിഷൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോയിലേക്ക് പോകാം. ആദ്യമേ തന്നെ ഫ്രണ്ട് ലുക്കിലൊന്നും വേറെ മാറ്റങ്ങളൊന്നുമില്ല. പ്രധാന അട്രാക്ഷൻ വന്നേക്കുന്നത് നമുക്ക് ഈ ഒരു റെഡ് ആക്സെൻ്റ് ആണ് മെയിനായിട്ടും വന്നേക്കുന്നത്. ഇവിടെ മുകളിൽ നമുക്ക് ജീപ്പ് എന്നുള്ള ബാഡ്ജിങ് കൊടുത്തേക്കുന്നത് കാണാം. ഇനിയിപ്പോൾ സൈഡ് ഡിസൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 18 ഇഞ്ച് അലോയ് വീൽസ് ആണ് വരുന്നത്. ടോപ്പ് ആൻഡ് വേരിയൻറ്റിൽ വരുന്ന അതേ അലോയ് വീൽസ് തന്നെയാണ്. നമുക്ക് ബ്ലാക്ക് ഔട്ട് ചെയ്താണ് വന്നേക്കുന്നത്. പിന്നെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ കോമ്പസ് എന്നുള്ളത് നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം. അതിനകത്ത് നമുക്ക് ആ ഒരു റെഡ് ആക്സൻസ് വന്നേക്കുന്നത് കാണാൻ പറ്റും. പിന്നെ സൈഡിലൊന്നും വേറെ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. നമുക്കിവിടെ ഒരു ഗ്രേ ഫിനിഷാണ് ആ മിററിൻ്റെ അവിടെ കൊടുത്തേക്കുന്ന ഒരു ചെറിയൊരു മാറ്റ് ഫിനിഷിലൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നല്ല ബ്ലാക്കിന് ചേരുന്ന രീതിയിൽ തന്നെയാണ് അതൊക്കെ കൊടുത്തേക്കുന്നത്. റിക്കർ സെൻസർ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. റൂഫ് റെയിൽ വേറെ മാറ്റങ്ങളൊന്നും പിന്നെ നമുക്ക് സൈഡിൽ പറയാനില്ല. ഇനിയിപ്പോൾ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയും വേറെ മാറ്റങ്ങളൊന്നുമില്ല. നമുക്ക് ഈ സൈഡിലായിട്ട് നമുക്ക് ഒരു ട്രയൽ എഡിഷൻ്റെ ആ ഒരു ബാഡ്ജിങ് വരുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഫ്രഷ് സ്റ്റോക്ക് വണ്ടി ആയതുകൊണ്ട് നമ്മൾ അതൊന്നും വന്നിട്ടില്ലെന്നുള്ളതേ ഉള്ളൂ. അത് വെഹിക്കിൾ ഡെലിവറി ചെയ്യുന്ന സമയത്താണ് അതൊക്കെ വരുന്നത്. പിന്നെ ഇത് കൂടാതെ തന്നെ ഫ്രണ്ടിൽ നമ്മളൊരു കാര്യം വിട്ടുപോയി. ഫ്രണ്ടിൽ നമുക്ക് ഈ ഒരു ഹുഡിൻ്റെ അവിടെ നമുക്കൊരു ക്യാമഫ്ലാഗ് ആയിട്ട് വരുന്ന ഒരു സ്റ്റിക്കറിങ് വരുന്നുണ്ട് ഈ ഒരു ഹുഡിൻ്റെ മുകളിലായിട്ട്. അതും നമുക്ക് ഡെലിവറി ചെയ്യുന്ന സമയത്താണ് ആ കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്നത്. വണ്ടി എടുക്കുന്ന സമയത്ത് നമുക്കിതെല്ലാം വണ്ടിയിൽ വരുന്നുണ്ട്. ഇതിപ്പോൾ ഫുൾ സ്റ്റോക്ക് ഇപ്പോൾ നമ്മൾ ഈ ആഡിൽ നിന്നാണ് നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ ഇൻറ്റീരിയറും കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, യെസ്. അപ്പോൾ നമ്മുടെ ട്രയൽ എഡിഷൻ്റെ ഇൻറ്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. ഫുള്ളി ബ്ലാക്ക് ഫിനിഷിലേക്ക് വന്നു എന്നുള്ളതാണ് പ്രധാന ഹൈലൈറ്റ്. അതിനകത്ത് ഈ ഒരു റെഡ് ആക്സെൻറ്റ് നമുക്ക് ഡാഷ്ബോർഡിൽ വന്നിട്ടുണ്ട്. ഇവിടെ ഈ ഒരു സോഫ്റ്റ് ടച്ച് മെറ്റീരിയലിൻ്റെ അവിടെ നമുക്ക് റെഡ് സ്റ്റിച്ചിങ് കൊടുത്തേക്കുന്നത് കാണാം. പിന്നെ നിങ്ങൾക്ക് ക്യാമറയിൽ എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ഈ ഒരു ഭാഗത്ത് നമുക്ക് പിയാനോ ബ്ലാക്ക് ഫിനിഷിനകത്ത് നമുക്കൊരു ഡിസൈൻ എലമെൻറ്റ് ആ ഒരു ക്യാമഫ്ലാഗിൻ്റെ ഒരു ഫീലിൽ കൊടുത്തേക്കുന്നത് കാണാൻ പറ്റും. പിന്നെ നമുക്ക് പ്രധാന മാറ്റം വന്നേക്കുന്നത് നമുക്കിവിടെ ഒരു ട്രയൽ എഡിഷൻ്റെ ആ ഒരു ബാഡ്ജിങ് ഇതേ ഇവിടെ നമുക്ക് സീറ്റിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഫുള്ളി ലെതറായിട്ടുള്ള ഒരു സീറ്റാണ് വന്നേക്കുന്നത്. അവിടെ നമുക്ക് റെഡ് സ്റ്റിച്ചിങ് കൊടുത്തേക്കുന്നത് കാണാം. നേരത്തെ നൈറ്റികളിലൊക്കെ ആണെങ്കിൽ ഒരു സെമി ലെതർ സീറ്റ് ആണെങ്കിൽ ഇതിപ്പോൾ നമുക്ക് ഫുള്ളി ലെതറായിട്ടുള്ള സീറ്റാണ് വന്നേക്കുന്നത്. പിന്നെ വേറൊരു വലിയൊരു പ്ലസ് എന്ന് പറയുന്നത് നമ്മളിതിപ്പം ലോഞ്ചിറ്റ്യൂഡ് ഓപ്ഷൻ എന്ന് പറയുന്ന വേരിയൻ്റ് ആണെങ്കിലും ലോഞ്ചിറ്റ്യൂഡ് ഓപ്ഷനിൽ നമ്മളിപ്പോൾ നോർമൽ ഒരു കോമ്പസ് എടുക്കുകയാണെങ്കിലും അതിൽ നിന്ന് ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് 18 ഇഞ്ച് അലോയ് വീൽസ് വരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് നമുക്ക് ഈ ഒരു നമ്മുടെ ട്രയൽ എഡിഷൻ എടുക്കുമ്പോൾ കിട്ടുന്ന ഒരു പ്ലസ് ആണ്. പിന്നെ പ്രധാനമായിട്ട് നമുക്ക് ഈ ഇൻറ്റീരിയറിലേക്ക് ഒരു പക്ക ഒരു സ്പോർട്ടി ഫീലാണ് നമുക്ക് ഈ ഒരു വെഹിക്കിളിൻ്റെ ഇൻറ്റീരിയറിലേക്ക് കയറുമ്പോൾ നമുക്ക് കിട്ടുന്നത്. പിന്നെ ഇപ്പം ഞാൻ റിയർ സീറ്റ് നിങ്ങളെ കാണിക്കാത്ത വേറെ ഒന്നുമല്ല. അവിടെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും സംഭവിച്ചില്ല. നമുക്ക് ഈ ഒരു റെഡ് സ്റ്റിച്ചിങ് വരും എന്നുള്ളതേ ഉള്ളൂ. വേറെ മാറ്റങ്ങളൊന്നും നമുക്ക് അവിടെ കാണിക്കാനില്ല. പിന്നെ ഫീച്ചേഴ്സ് വൈസ് ആണെങ്കിലും നമുക്ക് പനോരമിക് സൺറൂഫ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ലോഞ്ചിറ്റ്യൂഡ് ഓപ്ഷനിൽ വരുന്ന എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. 10.1 ഇഞ്ചിൻ്റെ സ്ക്രീൻ വരുന്നുണ്ട്. നമുക്ക് ഡ്യുവൽ AC വരുന്നുണ്ട്. വേറൊരു കാര്യം എടുത്ത് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എഞ്ചിൻ സ്പെക്കിലൊന്നും യാതൊരു മാറ്റവും ഇല്ല. സെയിം ഒരു 2 ലിറ്റർ എഞ്ചിൻ തന്നെയാണ്. അതിനകത്തൊന്നും യാതൊരു മാറ്റവും ഇല്ല. നമുക്ക് ഈ ഒരു എസ്തെറ്റിക് മാറ്റങ്ങളാണ് വെഹിക്കിളിൽ ഈ ഒരു ട്രയൽ എഡിഷനുകൊണ്ട് മെയിനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് കോമ്പസ് നമുക്കറിയാവുന്ന പോലെ തന്നെ 18.99 lakhs മുതലാണ് നമുക്ക് എക്സ്ഷോറൂം സ്റ്റാർട്ട് ആകുന്നത്. ഇപ്പം കുറച്ച് അടിപൊളി ഓഫേഴ്സ് റണ്ണിങ് ആണ്. ഓൾമോസ്റ്റ് ഒരു 1,25,000 നമുക്ക് കോമ്പസിന് വരുന്നുണ്ട്. മെറിഡിയൻ ആണെങ്കിൽ 80,000 നമുക്ക് ഡിസ്കൗണ്ട്സ് വരുന്നുണ്ട്. പിന്നെ അത് കൂടാതെ തന്നെ നമുക്ക് AMC വരുന്നുണ്ട്. 3 year AMC വരുന്നുണ്ട്. 5 year എക്സ്റ്റൻഡഡ് വാറണ്ടി വരുന്നുണ്ട്. ഇങ്ങനെയുള്ള ഓഫേഴ്സൊക്കെ ഉണ്ട്. ഇതെല്ലാം പക്ഷേ ഓഗസ്റ്റ് ഈ ഒരു മന്ത് വരെ ഉള്ളൂ. ലിമിറ്റഡ് ആയിട്ടുള്ളതാണ്. പിന്നെ ഈ ട്രയൽ എഡിഷൻ വളരെ ലിമിറ്റഡ് നമ്പേഴ്സ് വെഹിക്കിളേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വെഹിക്കിൾ നിങ്ങൾക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം അല്ലെങ്കിൽ ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ EVM ജീപ്പിൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ താങ്ക് യു സോ മച്ച്.